ഹലോ, ഇന്ന് നമ്മളുടെ 17ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പം അതായിട്ട് 17ാമത്തെ ദിവസമാണെന്നൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ 50 ദിവസത്തെ പ്ലാനാണല്ലോ. അപ്പോൾ നമ്മൾ 17 ദിവസത്തിലെത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ്സൊന്നും തന്നിരുന്നില്ല അല്ലേ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ പറയുന്നത് ഭയങ്കര മഴയും മിന്നലൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. നല്ല മഴയും കാറ്റൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കഴിഞ്ഞ ദിവസം. ഇപ്പം മഴയൊക്കെ മാറിയിട്ടുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് സൈക്കോളജിയാണ് കേട്ടോ നമ്മൾ ഫസ്റ്റായിട്ട് നോക്കാൻ പോകുന്നത്. നമ്മൾ വ്യക്തിത്വമാണ് പഠിച്ചുകൊണ്ടിരുന്നിരുന്നത് അല്ലേ. അതിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത് മനോവിശ്ലേഷണ സമീപനത്തിലെ വ്യക്തിത്വത്തെക്കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് അല്ലേ. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. മനോവിശ്ലേഷണ സിദ്ധാന്തം പ്രധാന ആശയങ്ങളും പ്രത്യേകതകളും നോക്കാം. മനസ്സിൻ്റെ, പ്രത്യേകിച്ച് അബോധ മനസ്സിൻ്റെ ഉള്ളറകളെക്കുറിച്ചുള്ള അന്വേഷണത്തെയാണ് മനോവിശ്ലേഷണ സിദ്ധാന്തം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രധാന ആശയങ്ങളും അതിൽ തന്നെ പ്രധാന ആശയങ്ങളും നമുക്ക് നോക്കാം. മനോവിഭ്രാന്തികളെ സംബന്ധിച്ച് നടത്തിയ അന്വേഷണങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ആവിർഭവിച്ച സമീപനമാണ് മനോവിശ്ലേഷണ സിദ്ധാന്തം. എന്തൊക്കെയാണ്? മനോവിഭ്രാന്തികളെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ആവിർഭവിച്ച സമീപനം ഏതാണെന്ന് ചോദിച്ചാൽ അത് മനോവിശ്ലേഷണ സമീപനമാണ്. ലൈംഗികമായ അബോധ സംഘർഷങ്ങളും അക്രമകത്വവും മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ വലിയ അളവിൽ സ്വാധീനിക്കുന്നതായിട്ട് സിദ്ധാന്തിക്കുന്നു. അപ്പം ലൈംഗികമായിട്ടുള്ള അബോധ സങ്കല്പങ്ങളും അതുപോലെ തന്നെ ലൈംഗികമായിട്ടുള്ള അബോധ സങ്കല്പങ്ങൾ അതുപോലെ തന്നെ സംഘർഷങ്ങളും അക്രമാകത്വവും അഗ്രഷൻ അല്ലേ മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ വലിയ അളവിൽ സ്വാധീനിക്കുന്നതായിട്ട് സിദ്ധാന്തിക്കുന്നു. മനസ്സിൽ സംഭരിക്കപ്പെടുന്ന ബാല്യകാലാനുഭവങ്ങളും അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളും വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു എന്നാണ് പറയുന്നത്. മനോവിശ്ലേഷണ സമീപനത്തിൽ ഫ്രോയിഡിനെ കൂടാതെ പ്രധാന പങ്കുവഹിച്ചവരാണ് കാൾ യുങ്, ആൽഫ്രഡ് ആഡ്ലർ, വില്യം റീച്ച്. അപ്പം ആരൊക്കെയാണ് മനോവിശ്ലേഷണ സമീപനത്തിൽ ഫ്രോയിഡിനെ കൂടാതെ പങ്കുവഹിച്ചവർ? കാൾ യുങ്, അതുപോലെ ആൽഫ്രഡ് ആഡ്ലർ, വില്യം റീച്ച് അല്ലേ. കാൾ യുങ്, ആൽഫ്രഡ് ആഡ്ലർ, വില്യം റീച്ച്, ഇത്രയും പേരാണ്. ഇനി സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ മനോവിശ്ലേഷണ സമീപന സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പൊതുവെ മൂന്ന് ഭാഗങ്ങളായിട്ട് തരംതിരിക്കുന്നുണ്ട്. ആ 3 ഭാഗങ്ങൾ നമുക്ക് നോക്കാം. വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകതയെ സംബന്ധിച്ച സിദ്ധാന്തം. ഒന്നാമത്തേതാണ് വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകതയെ സംബന്ധിച്ച സിദ്ധാന്തം. മനസ്സിൻ്റെ 3 തലങ്ങൾ സംബന്ധിച്ച ആശയങ്ങളാണ് ഇതിൽ വരുന്നത്. ഇനി രണ്ടാമത്തേത് വ്യക്തിത്വ ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം. ഇനി 3 മനോലൈംഗിക വികാസ സങ്കല്പങ്ങൾ. ഇനി മനസ്സിൻ്റെ 3 തലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മനുഷ്യ മനസ്സിനെ സിഗ്മണ്ട് ഫ്രോയിഡ് 3 തലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ 3 തലങ്ങളായിട്ട് സിഗ്മണ്ട് ഫ്രോയിഡ് തിരിച്ചിട്ടുണ്ട്. ബോധതലം, ഉപബോധതലം, അബോധതലം. ഏതൊക്കെയാണ്? ബോധതലം, ഉപബോധതലം, അബോധതലം. ഇനി ബോധമനസ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. സാധാരണ നിലയിലുള്ള മനസ്സാണ് ബോധമനസ്സ്. ബോധമനസ്സ്. പ്രായോഗിക തലത്തിൽ നാം നിത്യേന ഉപയോഗിക്കുന്ന ഓർമ്മകൾ അടങ്ങിയിരിക്കുന്നത് ബോധമനസ്സിലാണ്. അപ്പോൾ പ്രായോഗിക തലത്തിൽ നാം നിത്യേന ഉപയോഗിക്കുന്ന ഓർമ്മകൾ എവിടെയാണ് അടങ്ങിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അത് ബോധമനസ്സിലാണ്. നമുക്ക് പ്രത്യക്ഷത്തിൽ അറിവുള്ളതും ഓർക്കാൻ കഴിയുന്നതുമായ അനുഭവങ്ങളാണ് ബോധമനസ്സിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. അപ്പോൾ ബോധമനസ്സിൻ്റെ ഉള്ളടക്കം എന്താണ്? നമുക്ക് പ്രത്യക്ഷത്തിൽ അറിവുള്ളതും അതുപോലെ തന്നെ പെട്ടെന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് കഴിവുള്ളതുമായിട്ടുള്ള അനുഭവങ്ങളാണ് ബോധമനസ്സിൻ്റെ ഉള്ളടക്കം. ഒരു പ്രത്യേക സന്ദർഭത്തിൽ നമ്മുടെ ബോധമനസ്സിൻ്റെ ഉപരിതലത്തിൽ ലഭ്യമായ ഓർമ്മകൾ ഒരു പ്രത്യേക സന്ദർഭത്തിൽ നമ്മുടെ ബോധത്തിൻ്റെ ഉപരിതലത്തിൽ ലഭ്യമായ ഓർമ്മകൾ, ചിന്തകൾ, ആഗ്രഹങ്ങൾ എന്നിവയെല്ലാം അടങ്ങുന്ന മനസ്സിൻ്റെ തലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബോധമനസ്സാണ്. ഇനി ഉപബോധ മനസ്സാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു വ്യക്തിക്ക് ബോധതലത്തിൽ വേഗം കൊണ്ടും
വേഗം കൊണ്ടുവരാവുന്നതും എന്നാൽ പൂർണ്ണമായിട്ടും ബോധം ഇല്ലാത്തതുമായ മനസ്സാണ് ഉപബോധ മനസ്സ്. ഒരു വ്യക്തിക്ക് ബോധതലത്തിൽ വേഗം കൊണ്ടുവരാവുന്നതും എന്നാൽ പൂർണ്ണമായിട്ടും ബോധം ഇല്ലാത്തതുമായ മനസ്സാണ് ഉപബോധ മനസ്സ്. ബോധ മനസ്സിനും അബോധ മനസ്സിനും ഇടയ്ക്കുള്ള തലമാണ് ഉപബോധ മനസ്സ്. ഉപബോധ മനസ്സ് എന്ന് പറയുന്നത് ബോധ മനസ്സിനും അബോധ മനസ്സിനും ഇടയ്ക്കുള്ള തലമാണ്. പലപ്പോഴും സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത് അബോധ തലത്തിലെ അന്തർലീനമായ അനുഭവങ്ങൾ വൽകൃതമായി ഉപബോധ മനസ്സിലേക്ക് ഊർന്നു കിടക്കുമ്പോഴാണെന്ന് അനുമാനിക്കാറുണ്ട്. അപ്പം സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അബോധ തലത്തിലെ അന്തർലീനമായിട്ടുള്ള അനുഭവങ്ങളുണ്ട് അല്ലേ, അത് പ്രതീകവൽകൃതമായിട്ട് ഉപബോധ മനസ്സിലേക്ക് ഊർന്നു കടക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, സ്വപ്നം ഉണ്ടാകുന്നത്. ഇനി അബോധ മനസ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് അബോധ തലമാണ്. ഏറ്റവും വലിയ തലം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം മനുഷ്യൻ്റെ വ്യവഹാരത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്നത് അബോധ തലമാണ്. വ്യക്തിയുടെ വ്യവഹാര ശൈലിയും അതുവഴി വ്യക്തിത്വവും നിർണ്ണയിക്കുന്നത് അബോധ മനസ്സിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന അനുഭവങ്ങളും ആഗ്രഹങ്ങളുമാണ്. മനസ്സിൻ്റെ ഈ തലങ്ങൾ ഒരു മഞ്ഞുമലയുമായി സാദൃശ്യമുള്ളതായിട്ട് ഫ്രോയിഡ് നിരീക്ഷിക്കുന്നു. അപ്പം ഫ്രോയിഡ് നിരീക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മഞ്ഞുമലയുമായിട്ടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് അബോധ മനസ്സിനെ. അവിടെ ആ ഒരു ഡയഗ്രം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ മനസ്സിലാകും. കടലിൽ ഒഴുകി നടക്കുന്ന മഞ്ഞുമലയുടെ കൂടുതൽ ഭാഗവും വെള്ളത്തിനുള്ളിലായിരിക്കും. ചെറിയ ഒരു ഭാഗം മാത്രമേ പുറത്തു നിന്നും നോക്കുമ്പോൾ കാണൂ. അതുപോലെ ഏറ്റവും വലിയ തലമായിട്ടുള്ള അബോധ മനസ്സ് നമ്മുടെ ബോധാവസ്ഥയിൽ നിന്നെല്ലാം വിഭിന്നമായി ആരും കാണാതെ സ്ഥിതി ചെയ്യുകയാണ് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡ് അബോധ മനസ്സ് എന്ന് വിശദീകരിച്ചത് മനസ്സിൻ്റെ ആഴത്തിൽ മറഞ്ഞിരിക്കുന്ന തലത്തെയാണ് സിഗ്മണ്ട് ഫ്രോയിഡ് അബോധ മനസ്സ് എന്ന് വിശദീകരിച്ചത്. ജന്മസിദ്ധമായ വാസനകളുടെ സംഭരണിയായി കണക്കാക്കുന്നത് അബോധ മനസ്സിനെയാണ്. ജന്മസിദ്ധമായ വാസനകളുടെ സംഭരണിയായി കണക്കാക്കുന്നത് ഏതിനെയാണെന്ന് ചോദിച്ചാൽ അത് അബോധ മനസ്സിനെയാണ്. മനസ്സിൻ്റെ പൂർണ്ണമായതും ആഴത്തിലുള്ളതുമായ തലമാണ് അബോധ മനസ്സ്. മനസ്സിൻ്റെ പൂർണ്ണമായതാണ് അല്ലേ, പൂർണ്ണമായതും അതുപോലെ തന്നെ ആഴത്തിലുള്ളതുമായിട്ടുള്ള തലം ഏതാണെന്ന് ചോദിച്ചാൽ അത് അബോധ മനസ്സ് തന്നെയാണ്. മനസ്സിൻ്റെ അബോധ തലത്തിലെ ശേഖരങ്ങളാണ് മറഞ്ഞിരിക്കുന്ന ഓർമ്മകൾ, ആഗ്രഹങ്ങൾ, വേദനാജനകമായ അനുഭവങ്ങൾ. അപ്പം മറഞ്ഞിരിക്കുന്ന ഓർമ്മകൾ, അതുപോലെ തന്നെ ആഗ്രഹങ്ങൾ, വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങൾ മനസ്സിൻ്റെ അബോധ തലത്തിൻ്റെ ശേഖരങ്ങളാണ്. നമ്മുടെ വ്യക്തിത്വത്തെ പ്രധാനമായിട്ടും നിയന്ത്രിക്കുന്ന അബോധ മനസ്സിൻ്റെ ഉള്ളടക്കം ചിലപ്പോൾ സ്വപ്നങ്ങളിലൂടെ പുറത്തുവരുമെന്ന് ഫ്രോയിഡ് അനുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ മാനസിക പ്രശ്നങ്ങൾ ഉള്ളവരെ ചികിത്സിക്കുന്നത് ഫ്രോയിഡ് സ്വപ്ന അപഗ്രഥനം എന്ന രീതി പ്രയോജനപ്പെടുത്തിയിരുന്നു. അപ്പം സ്വപ്ന അപഗ്രഥനം എന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫ്രോയിഡ് മാനസിക പ്രശ്നമുള്ളവരെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രീതി. ഇനി പറയാൻ ആഗ്രഹിച്ചതല്ലാത്ത ചില കാര്യങ്ങൾ അറിയാതെ പറഞ്ഞു പോകുന്നത്, അതായത് തെറ്റുകൾ പോലും പലപ്പോഴും ആ വ്യക്തിയുടെ യഥാർത്ഥ മനോവികാരങ്ങളായിരിക്കും പ്രതിഫലിക്കുന്നതെന്നും ഫ്രോയിഡ് വ്യാഖ്യാനിക്കുന്നു. മനസ്സിൻ്റെ ഘടനയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ നോക്കാം. വ്യക്തിയെ മനോഘടനയെ 3ആയി തരംതിരിക്കാം. നമുക്കറിയാം അല്ലേ, ഇത്, ഈഗോ, അഹം അല്ലേ. ഈഗോ എന്ന് പറഞ്ഞാൽ അഹം എന്നാണ്, സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ അത്യഹം എന്നാണ്. അപ്പം ഇത്, ഈഗോ, സൂപ്പർ ഈഗോ എന്നിങ്ങനെ മനസ്സിൻ്റെ ഘടനയെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഇത്, അഹം, ഇത്, അഹം, അത്യഹം എന്നീ 3 പ്രധാന വ്യവസ്ഥകൾ കൂടിച്ചേരുന്നതാണ് വ്യക്തിത്വ ഘടന എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തിത്വ ഘടന എന്താണെന്ന് ചോദിച്ചാൽ അത് ഇത്, അഹം, അത്യഹം എന്നീ 3 പ്രധാന വ്യവസ്ഥകൾ കൂടിച്ചേരുന്നതാണ് എന്നാണ് ഫ്രോയിഡിൻ്റെ അഭിപ്രായം. ഇനി ഇത് എന്താണെന്ന് നോക്കാം. മനുഷ്യ മനസ്സിലെ പ്രാകൃതമായ വികാര ശക്തിയാണ് ഇത് എന്ന് പറയുന്നത്. മനുഷ്യ മനസ്സിലെ പ്രാകൃതമായിട്ടുള്ള വികാര ശക്തിയാണ് ഇത്. ജന്മവാസനകളുടെ നിക്ഷേപമായി കരുതാവുന്നത് ഇതാണ്. ജന്മവാസനകളുടെ നിക്ഷേപമായി കരുതാവുന്നത് ഇതിനെയാണ്. സന്മാർഗിക ബോധം അഥവാ
അഥവാ ധാർമ്മിക ബോധം ഇല്ലാത്തതിനാൽ എല്ലാ അസാൻമാർഗിക പ്രവർത്തനങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇതാണ്. ഇതിന് എന്താണ്? സന്മാർഗിക ബോധമില്ല, അവൻ എന്താണോ വേണ്ടത് അത് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമായിരിക്കും അല്ലേ. ഇപ്പം നമ്മൾക്ക് ശരിക്കും നമുക്ക് എന്താണ് PSCക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പഠിക്കണം എന്നുള്ള ആ ഒരു മൈൻഡായിരിക്കും നമുക്ക് ഉണ്ടാവുക. പക്ഷേ നമുക്ക് ഇപ്പം യൂട്യൂബിൽ കയറിയിട്ട് പല വീഡിയോസൊക്കെ കാണുമ്പം നമ്മൾ വിചാരിക്കും ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം, അങ്ങനത്തെ സുഖേച്ഛയ്ക്ക് മാത്രം വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ഇത് എന്ന് പറയുന്നത്. എന്നാൽ നമ്മളുടെ ബാക്കി പഠിക്കണം എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടല്ലോ, അത് സന്മാർഗികമല്ല, ഇത് അഹമാണ്, ഈഗോ ആണ്. ഇതിനെ പിന്തിരിപ്പിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈഗോ ആണ്. അപ്പം ജനനം മുതൽ തന്നെ ഒരു വ്യക്തിയിൽ കാണപ്പെടുന്ന വ്യക്തിത്വ ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇതാണ്. ജനനം മുതൽ തന്നെ ഒരു വ്യക്തിയിൽ കാണപ്പെടുന്ന വ്യക്തിത്വ ഘടകമാണ് ഇതെന്ന് പറയുന്നത്. വ്യക്തിയിൽ കാണപ്പെടുന്ന ശാരീരിക ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ, ലൈംഗിക വികാരങ്ങൾ എന്നിവയുടെ ഉറവിടം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇതാണ്. പെട്ടെന്നുണ്ടാകുന്ന ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള ത്വരയുണ്ടാക്കുന്നതിന് കാരണം ഇതാണ്. അതിൻ്റെ ഉദാഹരണം വന്നിട്ടുള്ളത് വിശക്കുന്ന സമയത്ത് ഭക്ഷണത്തിനായിട്ട് കാത്തിരിക്കാൻ അക്ഷമ കാണിക്കുന്നത് ഇതിൻ്റെ പ്രവർത്തനമാണ്. അപ്പോൾ വിശക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഭക്ഷണത്തിനായിട്ട് കാത്തിരിക്കാൻ അക്ഷമ കാണിക്കുന്നത് ഇതിൻ്റെ പ്രവർത്തനമാണ്. ഇനി സുഖതത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്ന മനോഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇതാണ്. സുഖതത്വം അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന മനോഘടകമാണ് ഇത്. ഒരു വ്യക്തിയുടെ മാനസിക പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഊർജം പ്രദാനം ചെയ്യുന്നത് ഇതാണ്. ഒരു വ്യക്തിയുടെ മാനസിക പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഊർജം പ്രദാനം ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഇതാണ്. ഫ്രോയിഡ് ലിബിഡോ അഥവാ ലൈംഗിക തൃഷ്ണ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇതിനെയാണ്. ഫ്രോയിഡ് ലിബിഡോ എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇതിനെയാണ്. ജീവിതത്തിൻ്റെ നിർണായക ചോദകമായ ലിബിഡോയുടെ 2 മുഖങ്ങളായി ഫ്രോയിഡ് അവതരിപ്പിച്ചത് ഈറോസും താനറ്റോസുമാണ്. അപ്പം ഈറോസും താനറ്റോസും ജീവിതത്തിൻ്റെ നിർണായക ചോദകമായ ലിബിഡോയുടെ 2 മുഖങ്ങളായിട്ട് ഫ്രോയിഡ് അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ഈറോസ് എന്ന് പറയുന്നത് ലൈംഗികതയെയും താനറ്റോസ് എന്ന് പറയുന്നത് ആക്രമണവാസനയെയും പ്രതിനിധീകരിക്കുന്നു. ഇനി ലൈഫ് ഈസ് എ കോൺഫ്ലിക്റ്റ് ആൻഡ് കോംപ്രമൈസ് ബിറ്റ്വീൻ ലൈഫ് ഇൻസ്റ്റിക്റ്റ്. അപ്പം ഈറോ എന്ന് പറയുന്നതാണ് അതിൽ വരുന്നത്. അപ്പം ആൻഡ് ഡെത്ത് ഇൻസ്റ്റിക്ട്സ് എന്ന് പറയുന്നത് താനറ്റോസ് ആണ്. അപ്പം എന്താണ് അവിടെ അത് ഫ്രോയിഡിൻ്റെ അഭിപ്രായമാണ്. അപ്പം ഈറോസ് ലൈംഗികതയെയും താനറ്റോസ് എന്ത് ചെയ്യുന്നു? ആക്രമണവാസനയെയുമാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് ഫ്രോയിഡാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ഓർത്തു വെക്കുക. ഇനി അഹം ആണ് നോക്കാൻ പോകുന്നത്, ഈഗോ. ഇതിനെ നിയന്ത്രിക്കുകയും അടക്കി നിർത്തുകയും ചെയ്യുന്ന വൈകാരിക ശക്തിയാണ് അഹം എന്ന് പറയുന്നത്. അപ്പം അഹം എന്ന് പറയുന്നത് എന്താണ്? ഇതിനെ നിയന്ത്രിക്കുന്നതും അതുപോലെ തന്നെ ഇതിനെ നിയന്ത്രിക്കുകയും അടക്കി നിർത്തുകയും ചെയ്യുന്ന വൈകാരിക ശക്തിയാണ് അഹം. ഒരു വ്യക്തിയെ യാഥാർത്ഥ്യ ബോധം ഉൾക്കൊണ്ട് പെരുമാറാൻ സഹായിക്കുന്ന അഹം പ്രവർത്തിക്കുന്നത് യാഥാർത്ഥ്യ ബോധതത്വം അനുസരിച്ചാണ്. യാഥാർത്ഥ്യ ബോധതത്വം അനുസരിച്ചിട്ടാണ് ഈ ഒരു അഹം പ്രവർത്തിക്കുന്നത്. യാഥാർത്ഥ്യ തത്വം എന്താണെന്ന് നോക്കാം. പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി. അപ്പം ഇതിൻ്റെ ചോദകങ്ങളെ യാഥാർത്ഥ്യ ബോധത്തോടെ നിയന്ത്രിക്കുന്ന ഈഗോയും സാമൂഹ്യ നിയമങ്ങളും വ്യവസ്ഥകൾക്കും അനുസരിച്ച് ചോദകങ്ങളെ നിയന്ത്രിക്കുന്ന സൂപ്പർ ഈഗോയും പരസ്പര പൂരകമായി പ്രവർത്തിക്കുമ്പോഴാണ് വ്യക്തിത്വം സന്തുലിതമാകുന്നത്. ഒരു നിയന്ത്രണ ഘടകമായി പ്രവർത്തിക്കുന്നത് അഹമാണ്. ഒരു നിയന്ത്രണ ഘടകമായിട്ട് പ്രവർത്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് അഹമാണ്. ഇത് ആത്മനിഷ്ഠമായ അനുഭവങ്ങളെ മാത്രം പരിഗണിക്കുമ്പോൾ ഈഗോ ആത്മനിഷ്ഠമായ അനുഭവങ്ങളെയും വസ്തുനിഷ്ഠമായ ശരികളെയും വേർതിരിച്ച് അറിയുന്നു. അത്യഹത്തിൻ്റെ സമ്മർദ്ദത്തിൽ നിന്നും വ്യക്തി സന്തുലനത്തോടെ സംരക്ഷിക്കുന്നത് ഈഗോ ആണ്. ഇനി പ്രായോഗിക തത്വങ്ങളിൽ അധിഷ്ഠിതമായത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈഗോ ആണ്. പ്രായോഗിക തത്വങ്ങളിൽ അധിഷ്ഠിതമായത്. ഇത് കാരണമുണ്ടാകുന്ന വൈകാരിക ത്വരയെ പ്രായോഗിക തലത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത് ഈഗോയ്ക്കാണ്. ഇത് കാരണമുണ്ടായിട്ടുള്ള വൈകാരിക ത്വരയെ പ്രായോഗിക തലത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത് ഈഗോയ്ക്കാണ്. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് സുഖേച്ഛയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് തോന്നുന്നത് എന്തും ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. അതിനെ കുറച്ചെങ്കിലും
പിടിച്ചു നിർത്തുന്നത് ഏതാണെന്നൊക്കെ ചോദിച്ചാൽ അത് ഈഗോയാണ്. മനുഷ്യ മനസ്സിൻ്റെ പോലീസ് ഫോഴ്സായും വ്യക്തിത്വത്തിൻ്റെ പാലകൻ ആയും കണക്കാക്കുന്നത് ഈഗോയെയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. മനുഷ്യ മനസ്സിൻ്റെ പോലീസ് ഫോഴ്സായിട്ടും വ്യക്തിത്വത്തിൻ്റെ പാലകനായിട്ടും കണക്കാക്കുന്നത് ഈഗോയാണ്. ഇതിൻ്റെ ശക്തമായിട്ടുള്ള പ്രാകൃത ചോദനകളും സൂപ്പർ ഈഗോയുടെ ശക്തമായ നിയന്ത്രണങ്ങളും തമ്മിൽ സന്തുലനം വരുത്തുന്നത് ഈഗോയാണ്. ഇതും ഈഗോയും താരതമ്യം ചെയ്താൽ ഇതിനെ കുതിരയോടും ഈഗോയെ കുതിരയെ നിയന്ത്രിക്കുന്ന കുതിരക്കാരനോടും ഉപമിക്കാം. ഇനി അത്യഹമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത്യഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യഹം മനുഷ്യ മനസ്സിൻ്റെ ഈഗോയുടെ തന്നെ പരിണിത രൂപമാണ്. അപ്പം ഈഗോയുടെ തന്നെ പരിണിത രൂപത്തെയാണ് അത്യഹം എന്ന് പറയുന്നത്, അല്ലേ, സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈഗോയ്ക്കുണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്നും വികസിക്കുന്നതാണ് സൂപ്പർ ഈഗോ. ഇതിൻ്റെ വിപരീതമായി പ്രവർത്തിക്കുന്നതാണ് സൂപ്പർ ഈഗോ. പരിപൂർണതയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സൂപ്പർ ഈഗോ. അപ്പോൾ പരിപൂർണതയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. സാമൂഹിക നന്മയെ ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രവർത്തനമാണ് സൂപ്പർ ഈഗോ. മനസ്സിനുള്ളിലെ ശരിയും തെറ്റും നിയന്ത്രിക്കുന്നത് സൂപ്പർ ഈഗോയാണ്. സന്മാർഗികമായും സാംസ്കാരികമായും അനുബന്ധനം ചെയ്യപ്പെട്ടിട്ടുള്ള മാനസിക അവസ്ഥയാണ് സൂപ്പർ ഈഗോ. സന്മാർഗികമായിട്ടും സാംസ്കാരികമായിട്ടും അനുബന്ധനം ചെയ്യപ്പെട്ടിട്ടുള്ള മാനസികാവസ്ഥയാണ് സൂപ്പർ ഈഗോ. സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈഗോയ്ക്കുണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്നും വികസിക്കുന്നത് സൂപ്പർ ഈഗോയാണ്. സമൂഹം അംഗീകരിച്ചിട്ടുള്ള സന്മാർഗിക വികസന മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ച് ശരിയും തെറ്റും നിർണ്ണയിക്കുന്നത് സൂപ്പർ ഈഗോ ആണ്. സൂപ്പർ ഈഗോ പ്രവർത്തിക്കുന്നത് ഏത് തത്വം അനുസരിച്ചാണെന്ന് ചോദിച്ചാൽ അത് സന്മാർഗിക തത്വം അനുസരിച്ചിട്ടാണ്. തെറ്റ് ചെയ്തു എന്നറിഞ്ഞിട്ടും മനസാക്ഷി കുത്ത് അനുഭവപ്പെടുന്ന വ്യക്തിയുടെ സൂപ്പർ ഈഗോ ദുർബലവും നിസ്സാര കാര്യങ്ങൾക്ക് പോലും കുറ്റബോധം തോന്നുകയും ഊണും ഉറക്കവും നഷ്ടപ്പെട്ട് രോഗാതുരനാവുകയും ചെയ്യുന്ന വ്യക്തിയുടെ സൂപ്പർ ഈഗോ പ്രബലവുമാണെന്ന് കണക്കാക്കാം. ഇനി ഇത് എന്ന് പറഞ്ഞാൽ എന്താണ്? സുഖതത്വമാണ്. ഈഗോ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ തത്വവും സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ സന്മാർഗിക തത്വവുമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോക്കാം. ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ യാഥാർത്ഥ്യ തത്വം, സന്മാർഗ തത്വം എന്നിവ വ്യക്തിത്വത്തിൻ്റെ ഏതൊക്കെ ഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവയാണെന്ന് ചോദിച്ചാൽ അത് ഈഗോയും സൂപ്പർ ഈഗോവുമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ്? യാഥാർത്ഥ്യ തത്വം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈഗോ ആണ്. സന്മാർഗിക തത്വം എന്ന് പറഞ്ഞാൽ സൂപ്പർ ഈഗോ ആണ്. നമ്മൾ പഠിച്ചു, അല്ലേ? ഇനി ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ വ്യക്തിത്വത്തിൻ്റെ 3 തലങ്ങളുണ്ട്. അവയിലൊന്നാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നമ്മൾ പഠിച്ചു? സുഖേച്ഛയുടെ അടിസ്ഥാനത്തിലാണ്. ഇനി മനോലൈംഗിക വികാസഘട്ടങ്ങളാണ് നോക്കാൻ പോകുന്നത്. ലിബിഡോ എന്ന് പറഞ്ഞാൽ ലൈംഗിക ചോദന. അപ്പം കേന്ദ്രീകരണത്തിലൂടെ അടിസ്ഥാനത്തിൽ 5 വികാസഘട്ടങ്ങൾ ഫ്രോയിഡ് വിശദീകരിക്കുന്നുണ്ട്. ഓരോ ഘട്ടത്തിലും ശരീരത്തിൻ്റെ ഓരോ പ്രത്യേക ഭാഗത്ത് ലൈംഗിക ചോദനകൾ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഇവയെ ലൈംഗിക ഉത്തേജന മേഖലകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൈംഗിക ഉത്തേജന മേഖലകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. കാരണം അതിൻ്റെ ക്രമം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഞാൻ എടുക്കുന്ന ക്ലാസ്സിൽ ഏതൊക്കെ തലത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം സാധിക്കും. ഇപ്പം ഫസ്റ്റ് ടൈമൊക്കെ ബുക്ക് വായിക്കുന്ന ഒരാളാണെങ്കിൽ ഏതൊക്കെ ഭാഗത്ത് നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവും. ഞാനും ഫസ്റ്റ് ടൈം അങ്ങനെ ആയിരുന്നു. പിന്നീട് ഞാൻ കുറേയധികം ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഏതൊക്കെ ഭാഗമാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള ആ ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഏകദേശമൊക്കെ ഇതൊരു ചെറിയ ധാരണ, അല്ലേ, വലിയ ധാരണ ഒന്നുമില്ല, ചെറിയൊരു ധാരണ കിട്ടിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കും ഞാൻ ഈ ഒരു പുസ്തകം വായിക്കുന്ന സമയത്ത് ഏതൊക്കെ ഭാഗമാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പറ്റും എന്നാണ് എൻ്റെ ചെറിയൊരു വിശ്വാസം. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഭാഗം ഫ്രോയിഡിൻ്റെ മുന്നോട്ട് വെച്ചിട്ടുള്ള 5 മനോലൈംഗിക വികാസ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. വതനഘട്ടം, ഖുതഘട്ടം, ലിംഗഘട്ടം, നിർലീനഘട്ടം, ജനനേന്ദ്രിയ ഘട്ടം. ഏതൊക്കെയാണ്? ആദ്യത്തേത് വതനഘട്ടം, അല്ലേ, ഓറൽ സ്റ്റേജ് ആണ് വതനഘട്ടം. പിന്നെ ഏതാണ്? ഖുതഘട്ടമാണ്. രണ്ടാമത്തേതായിട്ട് വരുന്നത് ഖുതഘട്ടമാണ്. പിന്നെ വരുന്നതാണ് ലിംഗഘട്ടം, അല്ലേ, ലിംഗഘട്ടമാണ്. പിന്നെ നിർലീനഘട്ടം, അല്ലേ, നിർലീനഘട്ടം, ജനനേന്ദ്രിയ ഘട്ടം. അതിൽ ഒന്നാമത്തേതായിട്ട് വതനഘട്ടമാണ്, ഓറൽ സ്റ്റേജ്. ജനനം മുതൽ 2 വയസ്സ് വരെയാണ് ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൻ്റെ
ശിശുവിന് ഏറ്റവും കൂടുതൽ അനുഭൂതി നൽകുന്നത് വായും അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രവർത്തനവുമാണ്. ഈ സമയത്ത് കുട്ടി കിട്ടുന്നതെല്ലാം നുകരുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ ജനിച്ച ഉടനെ അല്ലെങ്കിൽ ആ ഒരു 2 വയസ്സ് വരെയുള്ള കുട്ടികളെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അവരെന്ത് കിട്ടിയാലും അല്ലെങ്കിൽ അവരുടെ വായിൽ എപ്പോഴും അവരുടെ വിരലോ എന്തെങ്കിലും ഉണ്ടാവും. അപ്പം എന്തെങ്കിലും കിട്ടിയാൽ ആദ്യം അവർ കൊണ്ടുപോകുന്നത് എവിടേക്കായിരിക്കും? വായിലേക്കായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഓർത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് വേറെ പ്രയാസമൊന്നുമില്ല. ഇനി ഇതിനുള്ള അവസരങ്ങൾ വേണ്ടത്ര കിട്ടാതിരുന്നാലോ മാതാവിൽ നിന്നും വേണ്ട പരിചരണം ലഭിക്കാതിരുന്നാലോ ഒരു കുട്ടിക്ക് സ്തംഭനം സംഭവിക്കാം എന്നാണ് പറയുന്നത്. അപ്പം വ്യക്തിത്വ വളർച്ച മന്ദീഭവിക്കുന്നത് സ്തംഭനമാണ്. വ്യക്തിത്വ വളർച്ച മന്ദീഭവിക്കുന്നത് എന്ന് പറയുന്നത് അത് സ്തംഭനമാണ്. ശൈശവത്തിൽ കൂടുതൽ പ്രചാരണവും വായ ഉപയോഗിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ അവസരവും സ്വാതന്ത്ര്യവും ലഭിച്ചാൽ പിൽക്കാലത്ത് ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും പ്രകടിപ്പിക്കുമെന്നും ഫ്രോയിഡ് നിരീക്ഷിക്കുന്നു. അപ്പം ഫ്രോയിഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും അമ്മമാരാണല്ലോ. അപ്പം നമ്മൾ എന്തെങ്കിലും കുട്ടികളെ എന്തെങ്കിലും എടുത്ത് കടിക്കുമ്പം അപ്പം നമ്മൾ അവരെ വഴക്ക് പറയും അല്ലേ, വായിലിടലേ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഫ്രോയിഡ് പറയുന്നത് എന്താണ്? മുന്നോട്ടുള്ള ജീവിതത്തിൽ ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസമൊക്കെ വർദ്ധിക്കണമെങ്കിൽ അവർക്ക് മാക്സിമം എന്ത് ചെയ്യുന്ന അവരുടെ വായ ഉപയോഗിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ അവസരം ലഭിക്കണം എന്നാണ് ഫ്രോയിഡ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പം ഇനി രണ്ടാമത്തത് എന്താണ്? ഗുദഘട്ടമാണ് അല്ലേ. ഗുദഘട്ടം അഥവാ പൃഷ്ഠഘട്ടം അനൽ സ്റ്റേജാണ്. 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെയാണ് ഈ ഒരു ഗുദഘട്ടത്തിൻ്റെ കാലഘട്ടം. അപ്പം ഉദ്ദീപന മേഖല ഏതാണെന്ന് ചോദിച്ചാൽ അത് മലദ്വാരമാണ് ഉദ്ദീപന മേഖല. മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ മാതാപിതാക്കൾ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ഘട്ടമാണ് ഗുദഘട്ടം. നമ്മുടെ വീട്ടിലുള്ള ഒരു കുട്ടീനെ ആലോചിച്ചാൽ മതി. അപ്പം ആ ഒരു 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലായിരിക്കും അവർ ഇപ്പം വീട്ടിൽ തന്നെ നമ്മളുടെ എല്ലാ റൂമുകളിലും നിന്ന് ആദ്യകാലങ്ങളിലൊക്കെ മലമൂത്ര വിസർജനം ചെയ്യുന്ന കുട്ടി ഒരു 2 വയസ്സ് കഴിയുന്നതോട് കൂടിയിട്ട് അവർ ബാത്റൂമിൽ പോകണം, അങ്ങനെയുള്ള ആ ഒരു രീതിയിൽ പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ 2 വയസ്സിൽ 3 വയസ്സുള്ള ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നത്? മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ മാതാപിതാക്കൾ കുട്ടികളെ പരിശീലിപ്പിക്കുക. നമ്മൾ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവരായിട്ട് തന്നെ അവർക്ക് തന്നെ ഒരു ചെറിയൊരു ബോധമൊക്കെ വരുന്ന ഒരു ഘട്ടമാണ് അല്ലേ. ഈ ഘട്ടത്തിൽ വിസർജ്യം പിടിച്ചു വെച്ചിട്ടും പുറത്തേക്ക് തള്ളിയും ഉണ്ടാകുന്ന സമ്മർദ്ദത്തിലൂടെയാണ് കുട്ടി ആനന്ദം നേടുന്നത്. ടോയ്ലറ്റ് ട്രെയിനിങ് നൽകുന്ന ഈ ഘട്ടത്തിൽ കടുത്ത നിബന്ധനകൾ അടിച്ചേൽപ്പിച്ചാൽ അത് സ്തംഭനത്തിന് കാരണമാകും. ഇപ്പം ശുചിത്വത്തെക്കുറിച്ചുള്ള ചിട്ടവട്ടങ്ങളെക്കുറിച്ചുള്ള അമിതമായിട്ടുള്ള ഉത്കണ്ഠയായിട്ട് അത് പിന്നീട് രൂപാന്തരപ്പെടും. ടോയ്ലറ്റ് ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ലാതിരുന്നാൽ എന്ത് ചെയ്യും? കുട്ടി മുതിർന്നു കഴിഞ്ഞാലും ചിട്ടയുടെ കാര്യത്തിൽ അലംഭാവം പ്രകടിപ്പിക്കും. അപ്പം ഈ ടോയ്ലറ്റ് ട്രെയിനിങ്ങിൻ്റെ സമയത്ത് അവിടെ ഇരിക്കി ക്ലീൻ ആയിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും കുട്ടീനെ ഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ കുട്ടീനെ ബുദ്ധിമുട്ടിച്ചിട്ട് നമ്മളിങ്ങനെ ഓരോ പ്രവർത്തനങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരും ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും പിന്നീടുള്ള കാലഘട്ടത്തിൽ എത്ര വൃത്തിയാക്കിയാലും പിന്നെയും വൃത്തിയായില്ല എന്നുള്ളൊരു തോന്നൽ, അതുപോലെ തന്നെ ചെയ്ത കാര്യങ്ങളിലൊന്നും തൃപ്തി വരാത്ത ഒരവസ്ഥ അവർക്ക് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പിന്നെ ഇനി ടോയ്ലറ്റ് ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിൽ തീരെ അശ്രദ്ധമായിട്ടിരുന്ന മാതാപിതാക്കളാണ് അല്ലെങ്കിൽ ആ ഒരു കുട്ടിയുടെ പേരൻസ് അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ ആ കുട്ടിക്കും തന്നെ ഒരു കാര്യത്തിലും ശ്രദ്ധയുണ്ടാവില്ല. ഇപ്പം മുതിർന്നു കഴിഞ്ഞാൽ മറ്റുള്ള ചെയ്യേണ്ട ജോലിയിലാണെങ്കിലും അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഒരു അലംഭാവം പ്രകടിപ്പിക്കും എന്നാണ് പറയുന്നത്. ഇനി ലിംഗഘട്ടം ലൈംഗിക അവയവഘട്ടമാണ്. 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെയാണ് ഫാലിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ഫാലിക് സ്റ്റേജ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം ആൺ പെൺ വ്യത്യാസം തിരിച്ചറിയുന്ന വികാസഘട്ടമാണ് ലിംഗഘട്ടം. ഉദ്ദീപന മേഖല എന്ന് പറയുന്നത് ലൈംഗിക അവയവങ്ങളാണ്. ലൈംഗിക വികാരങ്ങൾ ആദ്യമായിട്ട് ഉടലെടുക്കുന്ന ഘട്ടം കൂടിയാണ് ലിംഗഘട്ടം എന്ന് പറയുന്നത്. ലിംഗഘട്ടത്തിൽ കാണപ്പെടുന്ന 2 പ്രത്യേകതകളാണ് പിതൃകാമന, നമുക്കറിയാം ഇലക്ട്രാ കോംപ്ലക്സ് അല്ലേ, പിതൃകാമന ഇലക്ട്രാ കോംപ്ലക്സും മാതൃകാമന ഇഡിപ്പസ് കോംപ്ലക്സുമാണ്. അപ്പം മാതൃകാമന എന്ന് പറഞ്ഞാൽ ഇഡിപ്പസ് കോംപ്ലക്സ് ആണെന്ന് ഓർത്തു വെക്കുക. ഇനി ഈ കാലഘട്ടത്തിലെ പ്രത്യേകതകളെ കാണിക്കാൻ സിഗ്മണ്ട് ഫ്രോയിഡ് ആവിഷ്കരിച്ച 2 ആശയങ്ങളാണ് ഇഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്രാ കോംപ്ലക്സും. ആൺകുട്ടികൾക്ക് മാതാവിനോടുള്ള വൈകാരികമായിട്ടുള്ള സ്നേഹവും അഭിനിവേശവും പിതാവിനോടുള്ള
അസൂയയും ശത്രുതയും നിമിത്തമുണ്ടാകുന്ന മാനസിക സംഘർഷമാണ് പിതൃകാമന ഇഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇനി പെൺകുട്ടികൾക്ക് പിതാവിനോടുള്ള സ്നേഹവും ആഗ്രഹങ്ങളും മാതാവിനോടുള്ള അസൂയവും ശത്രുതയും നിമിത്തമുണ്ടാകുന്ന മാനസിക സംഘർഷമാണ് പിതൃകാമന ഇലക്ട്ര കോംപ്ലക്സ്. ഇത് നമുക്ക് പ്രത്യേകിച്ച് പഠിക്കൊന്നും വേണ്ട. നമ്മളുടെ വീട്ടിലുള്ള കുട്ടികളെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ തന്നെ ആലോചിച്ചാൽ മതി. പെൺകുട്ടികളാണെങ്കിൽ പിതാവിനോട് അല്ലെങ്കിൽ അവരുടെ ഫാദറിനോട് നല്ലൊരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളെ എപ്പോഴും നമ്മളെ അവരും ചേർന്നിട്ട് കളിയാക്കലും കുറ്റപ്പെടുത്തലും അങ്ങനത്തെ ആ ഒരു രീതിയിലുള്ള ഇതായിരിക്കും അവർക്ക് കൂടുതലും ഇഷ്ടം തോന്നുക. അപ്പം നമ്മളെ കളിയാക്കി പറയുമ്പം അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പെൺകുട്ടികളാണെങ്കിൽ ഇവിടുത്തെ അനുഭവമാണ് കേട്ടോ. പിന്നെ ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് അമ്മമാരോട് ഒരു പ്രത്യേക പരിഗണനയും സ്നേഹവും അവർക്ക് ആ ഒരു ഉണ്ടായിരിക്കും. അത് നമ്മളുടെ ഫാമിലിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പം അങ്ങനെ ആലോചിച്ചിട്ട് വെച്ചാൽ മതി. ഈ കോംപ്ലക്സുകൾ ഉയർത്തുന്ന മാനസിക സംഘർഷത്തിന് വിജയകരമായിട്ടുള്ള പരിഹാരം കാണുക എന്നത് ആരോഗ്യകരമായ വ്യക്തിത്വ വികസനത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നുവെന്നും ഫ്രോയിഡ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇനി നിർലീന ഘട്ടമാണ് അന്തർലീന ഘട്ടം സ്റ്റേജ്, ലാറ്റൻസി സ്റ്റേജ് അല്ലെ. 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെ ഈ ഒരു കാലഘട്ടത്തിലുള്ള കുട്ടികൾക്ക് കളിക്കാൻ മാത്രമായിരിക്കും അവർക്ക് ഇഷ്ടമുണ്ടാവുക. കൂട്ടുകാരോടൊത്തിട്ട് അതുപോലെ സ്വലിംഗത്തിൽപ്പെട്ട സമപ്രായക്കാരുമായിട്ട് കൂട്ടുകൂടി കളിക്കാനുള്ള താല്പര്യമായിരിക്കുന്ന ഘട്ടമാണ് നിർലീന ഘട്ടം എന്ന് പറഞ്ഞാൽ. ഇറോജെനിസിസ് സോൺ താൽക്കാലികമായിട്ട് അപ്രത്യക്ഷമാകുന്നു. അപ്പോൾ ലൈംഗികമായിട്ടുള്ള ആ ഒരു ഘട്ടം ഉണ്ടല്ലോ, അത് താൽക്കാലികമായിട്ട് അപ്രത്യക്ഷമാകുന്ന തീരെയില്ലാത്ത ഒരു ഘട്ടമാണിത്. പിന്നെ ഉദ്ദീപന മേഖല ഇല്ലാത്ത ഘട്ടമാണ്. വികാരങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഘട്ടമാണ്. ഇനി 5ാമത്തേതെന്ന് പറയുന്നത് ജനനേന്ദ്രിയ ഘട്ടം അഥവാ ലൈംഗിക ഘട്ടമാണ്. അത് 12 വയസ്സ് മുതൽ അങ്ങോട്ട് തുടങ്ങുകയാണ്. അപ്പോൾ കൗമാരഘട്ടം മുതൽ തുടങ്ങുകയാണ്. ഒരു ഘട്ടത്തിൽ ഈ ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു? ഈറോജീനസ് സോണ് വീണ്ടും ലൈംഗിക അവയവങ്ങളെ കേന്ദ്രീകരിക്കും. ഈ ഘട്ടത്തിൽ ലൈംഗിക പക്വത നേടുന്നതിനാൽ സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ മുതിർന്നവരുടേതുപോലെ സമീപനമായിരിക്കും കുട്ടി പ്രകടിപ്പിക്കുന്നത്. ശാരീരിക മാറ്റങ്ങൾ മൂലം എതിർലിംഗത്തിലുള്ളവരോടുള്ള താല്പര്യം വളരുന്ന ഘട്ടമാണ് ജനനേന്ദ്രിയ ഘട്ടം എന്ന് പറയുന്നത്. ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇഡിപ്പസ് കോംപ്ലക്സ് ഇലക്ട്ര കോംപ്ലക്സ് ഏത് മനോലൈംഗിക വികാസ ഘട്ടത്തിലാണ് പ്രകടിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഫാലിക് സ്റ്റേജിലാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഫാലിക് സ്റ്റേജിലാണ്. അപ്പം ഇത്രയുമാണ് കേട്ടോ സൈക്കോളജിയിൽ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് വരുന്നത് വ്യക്തിത്വ മാപനമാണ്. നമുക്ക് നാളത്തെ ക്ലാസ്സിൽ വ്യക്തിത്വ മാപനം പിന്നെ വികാസ തലങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഒത്തിരി നമ്മൾ പഠിച്ച് തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഈ ഒരു കോൺഫിഡൻറ്റോട് കൂടിയിട്ട് തന്നെ ഇരിക്കുക. അപ്പം ഓൾ ദ ബെസ്റ്റ്. ഇനി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാ കൂട്ടുകാരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം വീണ്ടും കാണാം. താങ്ക്